ഓം ശ്രീ ഗുരുഭ്യോ നമ. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 2 സാഖ്യയോഗ ശ്ലോകം 17. അവിനാശിതു തദ്വിദ്ധി യേന സർവമിദം തദം വിനാശമവ്യയസ്യാസ്യ ന കശ്ചിത് കർത്തുമർഹതി. അവിനാശി തദ്വിദ്ധി യേന സർവം ഇദം തദം വിനാശം അവ്യയസ്യ അസ്യ വിനാശം അവ്യയസ്യാസ്യ ന കശ്ചിത് കർത്തും അർഹതി. അവിനാശിതു തദ്വിദ്ധി യേന സർവമിദം തദം വിനാശമവ്യയസ്യാസ്യ ന കശ്ചിത് കർത്തുമർഹതി. പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളിലും ഏതൊന്നാണോ അന്തര്യാമിയായി വർദ്ധിക്കുന്നത് അതിന് നാശമില്ലെന്ന് നീ അറിയുക. നാശരഹിതനായ അതിനെ നശിപ്പിക്കുവാൻ ആർക്കും കഴിയുകയുമില്ല. അതായത് ഈ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ആത്മാവ് നാശമുള്ളതല്ല. നാശരഹിതനായ അതിനെ നശിപ്പിക്കാൻ ആർക്കും തന്നെ സാധ്യമല്ല. ശ്ലോകം 18. അന്തവന്ത ഇമേ ദേഹ നിത്യസ്യോക്താ ശരീരിണഃ അനാശിനോ അപ്രമേയസ്യ തസ്മാദുത്ഥ്യസ്വ ഭാരത. അന്തവന്ത ഇമേ ദേഹഃ നിത്യസ്യ ഉക്താ ശരീരിണഃ അനാശിനഃ അപ്രമേയസ്യ തസ്മാത് യുത്യസ്വ ഭാരത. തസ്മാത് യുത്യസ്വ ഭാരത. അന്തവന്ത ഇമേ ദേഹ നിത്യസ്യോക്താ ശരീരിണഃ അനാശിനോ അപ്രമേയസ്യ തസ്മാദുത്ഥ്യസ്വ ഭാരത. നിത്യനും നാശമില്ലാത്തവനും പ്രമാണങ്ങൾ കൊണ്ട് അറിയപ്പെടാൻ കഴിയാത്തതുമായ ആത്മാവിൻ്റെ ഈ ശരീരങ്ങൾ നശിക്കുന്നതാണ്. നശിക്കുന്നതായ ഈ ശരീരത്തിൽ വസിക്കുന്ന ആത്മാവ് ശാശ്വതനാണ്, അപരിമേയനാണ്, നാശമില്ലാത്തവനുമാണ്. അതുകൊണ്ട് അർജുന, നീ യുദ്ധം ചെയ്യുക. ശ്ലോകം 19. യേനം വേത്തി ഹന്താരം യശ്ചൈനം മന്യതേ ഹതം ഉഭൗ തൗ ന വിജാനീതോ ന്യായം ഹന്തി ന ഹന്യതേ. യേനം വേത്തി ഹന്താരം യശ്ചൈനം യശ്ചൈനം മന്യതേ ഹതം ഉഭൗ തൗ ന വിജാനീത ന അയം ഹന്തി ന ഹന്യതേ. യേനം വേത്തി ഹന്താരം യശ്ചൈനം മന്യതേ ഹതം ഉഭൗ തൗ ന വിജാനീതോ ന്യായം ഹന്തി ന ഹന്യതേ. ആത്മാവ് കൊല്ലപ്പെടുന്നുവെന്നോ ആരെയെങ്കിലും കൊല്ലുന്നുവെന്നോ കരുതുന്ന രണ്ടു കൂട്ടരും സത്യം എന്തെന്ന് അറിയുന്നില്ല. ആത്മാവ് കൊല്ലുകയോ കൊല്ലപ്പെടുകയോ ചെയ്യുന്നില്ല. ഹരി ഓം.